ഹലോ മൈ ബ്യൂട്ടിഫുൾ ലിലീസ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു യാത്രയാണ്. നിങ്ങൾ നിങ്ങളുടെ വിധിയെ തേടി യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണോ? ചിലപ്പോൾ നമ്മുടെ ജീവിതം നമ്മളോടൊന്നും പറയില്ല, പക്ഷേ അതിന് പകരം ചില അടയാളങ്ങൾ നമുക്ക് കാണിച്ചു തരും. അത് നമ്മൾ കാണുന്നുണ്ടോ അതോ അവഗണിക്കുന്നുണ്ടോ? അതാണ് നമ്മുടെ ജീവിതം തീരുമാനിക്കുന്നത്. ഭാഗം 1, സ്വപ്നം എന്ന വിളി. പൗലോ കൊയ്ലോ പറയുന്നു, ഒരു സ്വപ്നം നിങ്ങളുടെ ഹൃദയത്തിൽ ജനിക്കുമ്പോൾ അത് ആകാശം നിങ്ങളോട് സംസാരിക്കുന്നതാണെന്ന്. എല്ലാവർക്കും ഒരു സ്വപ്നമുണ്ട് അല്ലേ? പക്ഷേ എല്ലാവരും അതിനെ പിന്തുടരുന്നില്ല. കാരണം എന്താണെന്നറിയോ? ഭയം. തോറ്റാൽ ആളുകൾ എന്ത് പറയും? തോറ്റാൽ നമ്മൾ എന്ത് ചെയ്യും? സുരക്ഷിതമായ ജീവിതം വിട്ടാൽ എന്താകും സ്ഥിതി? ഇതെല്ലാം തന്നെയാണ് നിങ്ങളുടെ സ്വപ്നത്തെ തടവിലിടുന്ന ചങ്ങലകൾ. നിങ്ങളുടെ സ്വപ്നം നിങ്ങളെ പേടിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് ശരിയായ വഴിയാണ്. ഭാഗം 2, പേഴ്സണൽ ലെജൻഡ്, അതായത് നിങ്ങളുടെ വിധി. പൗലോ കൊയ്ലോ ഇതിനെ പേഴ്സണൽ ലെജൻഡ് എന്നാണ് വിളിച്ചിട്ടുള്ളത്. നിങ്ങൾ ഈ ലോകത്തേക്ക് വന്നത് ഒരു പ്രത്യേക കാരണത്തിനാണ്. പക്ഷെ നമ്മളിൽ പലരും മറ്റുള്ളവരുടെ പ്രതീക്ഷകളിൽ ജീവിക്കുന്നു, സ്വന്തം വിധിയല്ല. ഒരു ദിവസം നിങ്ങൾ ചിന്തിക്കും, ഇതാണോ എൻ്റെ ജീവിതം? ഇതിലധികം ഞാൻ ആഗ്രഹിച്ചിരുന്നില്ലേ? ഇതിലധികം ഞാൻ ഡിസേർവ് ചെയ്യുന്നില്ലേ? ആ ചോദ്യം തന്നെ നിങ്ങളുടെ ആത്മാവിൻ്റെ വിളിയാണ്. ഭാഗം 3, യാത്രയും പരീക്ഷണങ്ങളും. സ്വപ്നം പിന്തുടരാൻ തുടങ്ങിയാൽ ജീവിതം എളുപ്പമാകില്ല. പൗലോ കൊയ്ലോ പറയുന്നു, ബ്രഹ്മാണ്ഡം നിങ്ങളെ പരീക്ഷിച്ചു കൊണ്ടിരിക്കും. ചിലർ നിങ്ങളെ നിരുത്സാഹപ്പെടുത്തും, ചില സാഹചര്യങ്ങൾ നിങ്ങളെ തകർക്കും, ചില നഷ്ടങ്ങൾ നിങ്ങളെ ശൂന്യമാക്കും. പക്ഷേ ഓർക്കുക, ഓരോ തടസ്സവും ഓരോ പാഠമാണ്. നിങ്ങൾ വീഴുന്ന ഓരോ തവണയും നിങ്ങളുടെ ആത്മാവ് ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. ഭാഗം 4, അടയാളങ്ങൾ. ജീവിതം നേരിട്ട് സംസാരിക്കില്ല, അടയാളങ്ങളിലൂടെയാണ് സംസാരിക്കുന്നത്. ഒരു പുസ്തകം, ഒരു വാക്ക്, ഒരു അപരിചിതൻ, ഒരു നഷ്ടം പോലും, എല്ലാം നിങ്ങളെ നിങ്ങളുടെ വഴിയിലേക്ക് നയിക്കുന്ന സൂചനകളാണ്. പൗലോ കൊയ്ലോ പറയുന്നു, നിങ്ങൾ ഹൃദയം തുറന്നാൽ അടയാളങ്ങൾ വ്യക്തമായി തീരും. ഭാഗം 5, പരാജയം അവസാനമല്ല. പരാജയം വന്നാൽ പലരും വഴിമാറും. പക്ഷേ പരാജയം നിങ്ങളോട് പറയുന്നത് ഇതാണ്, നീ ഇപ്പോഴും ശ്രമിക്കുന്നുണ്ട്. ശ്രമിക്കുന്നവന് മാത്രമേ പരാജയമുണ്ടാവുകയുള്ളൂ. ഒന്നും ശ്രമിക്കാത്തവന് സുരക്ഷിതത്വമുണ്ട്, പക്ഷേ വിജയമില്ല. ഭാഗം 6, ഹൃദയത്തിൻ്റെ ശബ്ദം. ഈ ലോകത്തിലെ ഏറ്റവും വലിയ തെറ്റെന്താണെന്നറിയോ? സ്വന്തം ഹൃദയത്തിൻ്റെ ശബ്ദം കേൾക്കാതിരിക്കുന്നതാണ്. ഹൃദയം ഭയപ്പെടും, പക്ഷേ അത് കള്ളം പറയില്ല. പൗലോ കൊയ്ലോ പറയുന്നു, നിങ്ങളുടെ ഹൃദയത്തിന് അറിയാം നിങ്ങൾക്ക് എവിടെയാണ് സന്തോഷം. ഇന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, നിങ്ങൾ ജീവിക്കുന്നത് നിങ്ങളുടെ സ്വപ്നത്തിനായിട്ടാണോ, അല്ലെങ്കിൽ ഭയത്തിനായിട്ടാണോ, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടോ? ഓർക്കുക, ബ്രഹ്മാണ്ഡം മുഴുവൻ നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾ നിങ്ങളുടെ വിധിയെ പിന്തുടരുമ്പോൾ ഒരു ചുവട് മതി യാത്ര തുടങ്ങാൻ. ഇന്നല്ലെങ്കിൽ പിന്നെ എപ്പോൾ? നിങ്ങൾക്ക് വേണ്ടി എഴുതപ്പെട്ട കഥ നിങ്ങൾ തന്നെ പൂർത്തീകരിച്ചാലും നിങ്ങളുടെ കഥയിലെ ഹീറോ തീർച്ചയായിട്ടും നിങ്ങൾ തന്നെയാണ്.